അങ്ങനെ തായ്ലാൻഡ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയുണ്ടോ, പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കുറച്ചുണ്ട്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. This is Palace, King Palace. ഇതാണ് തായ്ലാൻഡിലെ കിങ്സിൻ്റെ പാലസ് ആണ് ഈ കാണുന്നത്. അത് ഡ്രൈവർ ചേട്ടൻ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ അടുത്ത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആളിങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതാ കാണുന്നതാണ് എൻട്രൻസ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് അത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടില്ലേ, വലിയൊരു ഫൗണ്ടനൊക്കെ ആയിട്ട് ഒരു എൻട്രൻസ് ആണ് ഇവിടുത്തെ പാലസ്. ഈ ഇപ്പോൾ ഭരിക്കുന്ന രാജാക്കന്മാരിൻ്റെ പിക്ചറുകൾ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് രാജാവിൻ്റെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട പല ബിൽഡിങ്ങുകളും സ്കൂളുകളും അങ്ങനെ ഒരുപാട് മിലിറ്ററി സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ വഴി. അതായത് നമ്മൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ രാജ്പത്ത് കാണില്ലേ എന്ന പോലെ ഒരു വലിയൊരു കോമ്പൗണ്ട് മൊത്തം ഈ പാലസും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും എല്ലാമാണ്. പിന്നെ പോകുന്ന വഴിക്കെല്ലാം അതുമായി ബന്ധപ്പെട്ട ഓഫീസുകളും എല്ലാം പ്രധാനമായ എല്ലാ കാര്യങ്ങളും സിറ്റുവേറ്റ് ചെയ്യുന്നത് ഈ ബാങ്കോക്ക് സിറ്റിയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ അടുത്തടുത്തായിട്ട് കാണും. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. സന്ധ്യ ആകുമ്പോഴേക്കും ഓഫീസ് വിട്ട് വരുന്നവരും സ്കൂള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ റോഡ് മൊത്തം തിരക്കായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് കുറച്ചായിട്ട്. പിന്നെ ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കടലിന് അടുത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വശത്തായിട്ട് കനാലുണ്ട് കേട്ടോ. കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കനാലൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ഡാമിൽ നിന്ന് വരുന്ന കനാലിൻ്റെ അത്രയേ ഉള്ളൂ. ആ കനാൽ എല്ലാ ഗ്രാമങ്ങളിലും ഇങ്ങനെ ബന്ധിപ്പിക്കുന്നുണ്ട്, ഓരോരോ ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ കനാലുകളെല്ലാം വൃത്തിയായി സംരക്ഷിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാർഡനെല്ലാം വെച്ച് നല്ല രീതിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരികത്തൂടെ നമുക്കിങ്ങനെ നടന്ന് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടിൻ്റെ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ നമുക്ക് അടുത്തടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറേ ബിൽഡിങ്ങുകളാണ്, അത് വലിയ വലിയ കമ്പനികളാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മളിനി എയർപോർട്ട് എത്തുന്നതിന് മുമ്പുള്ള പല കാഴ്ചകളും ഇങ്ങനെ സന്ധ്യ നേരത്ത് ഇങ്ങനെ ഇരുന്ന് കാണാണ്. അപ്പോൾ സന്ധ്യ നേരം ആയതുകൊണ്ട് തന്നെ ഈ ബാങ്കോക്ക് സിറ്റി രാത്രിയാണ് ഉണരുക. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളായിട്ടാണ് ഒരുപാട് സിറ്റീസിൽ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ റോഡുകൾ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇരുട്ടായി വന്നു തുടങ്ങി. അതുപോലെ തന്നെ നല്ല തിരക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് റോഡുകളിൽ. നമ്മുടെ മുകളിലായിട്ട് ട്രെയിന് പോകുന്നുണ്ട്, ട്രെയിൻ പാതയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത്രയും നേരം വൻ നഗരങ്ങളാണ് കണ്ടിരുന്നെങ്കിൽ ഇപ്പം തനി ചേരികളാണ് കാണുന്നത് കേട്ടോ. തായ്ലാൻഡിലെ ചേരികളാണ് ഈ കാണുന്നതെല്ലാം. അതിനോടടുത്ത് തന്നെ സാധാരണക്കാരും താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തായ്ലാൻഡിൽ വലിയ വലിയ ബിൽഡിങ്ങുകളെ കാണുമ്പോൾ പകുതിയും അതിൽ താമസക്കാരായിരിക്കും. അല്ലാതെ ഹോട്ടലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കൂടി താമസക്കാരുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എയർപോർട്ടിനോട് അടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇവിടുത്തെ ട്രാഫിക്, അത് തായ്ലാൻഡ് വന്ന എല്ലാവർക്കും അറിയാൻ പറ്റും, ഇവിടുത്തെ ട്രാഫിക് ഭയങ്കര സീനാണ്. ഈ പോകുന്ന വണ്ടി പ്രേമികളുടെ ഒരു സ്വപ്ന വാഹനം കേട്ടോ. ടൊയോറ്റ സുപ്രയാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത്. ടൊയോറ്റയുടെ ലെജൻഡറി വാഹനങ്ങളിൽ ഒന്നാണ് ഈ വണ്ടി കേട്ടോ. അപ്പോൾ തായ്ലാൻഡിൽ ഇതുപോലെ ഒരുപാട് വാഹനങ്ങൾ, പല ടൈപ്പിലുള്ള വാഹനങ്ങൾ നമുക്കിതുപോലെ റോഡിൽ കാണാൻ പറ്റും. കുറച്ച് മുന്നിലായിട്ട് നമുക്ക് എയർപോർട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ എത്തണമെങ്കിലും നമുക്ക് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ കുറേ സമയമെടുക്കും. അതാണ് ഈ ട്രാഫിക് ജാമിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. വലിയ വലിയ സിറ്റികളിൽ ഇങ്ങനെയുള്ള ട്രാഫിക് ജാമുകൾ കടന്ന് എത്തണമെങ്കിൽ കുറേ സമയമെടുക്കും. നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തായ്ലാൻഡിലെ ഒട്ടുമിക്ക കാഴ്ചകളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത് വേറൊരു വശം കാണാനുണ്ട് തായ്ലാൻഡിൽ. അത് കാണുന്നവരിക്കും ചെറിയൊരു ഇടവേള കേട്ടോ. എന്തായാലും തായ്ലാൻഡിനോട് ബൈ പറഞ്ഞ് ഡ്രൈവർ ചേട്ടനോടും ബൈ പറഞ്ഞ് ഞങ്ങളിങ്ങനെ എയർപോർട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. എയർപോർട്ടിൻ്റെ അകത്ത് കുറച്ച് കാഴ്ചകൾ നമ്മൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പോകാൻ നേരത്തുള്ള ആ ഭാഗത്തുള്ള കാഴ്ചകൾ പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വന്നപ്പോൾ കണ്ടതുപോലെ തന്നെ ഓരോരുത്തർ ഇമിഗ്രേഷൻ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പോയിട്ട്
വലിയൊരു സ്ക്രീനിന് തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നാട്ടിലേക്ക് വാങ്ങിച്ചിട്ട് പോകാം. എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് പ്രതീക്ഷിക്കാം. നമുക്ക് ഇനി 7-Eleven ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ തായ്ലാൻഡിൽ എല്ലാവരുടെയും 7-Eleven ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടത്തെക്കാളും കുറച്ചുകൂടി റേറ്റ് അവിടെ കമ്മിയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ തപ്പി വന്നപ്പോൾ സംഭവം എന്താ, ഈ മുന്നിലായിട്ട് തായ് സ്ട്രീറ്റ് ഫുഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഫുഡുകൾക്കെല്ലാം. അപ്പോൾ നമ്മൾ പിന്നെയും ഇങ്ങനെ നടന്ന് മുന്നിൽ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു നടക്കുന്നു. പോകുന്ന ഒരു റോബോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ ഫ്ലോർ മൊത്തം അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്യുന്ന റോബോട്ടാണ് കേട്ടോ. അതൊരു മാനിൻ്റെ ഒരു ഷേപ്പിലൊക്കെ ആക്കിയിട്ട് അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുന്നിൽ വല്ല തടസ്സം ഉണ്ടെങ്കിൽ നമ്മളത് മുട്ടാതെ മാറിപ്പോകുന്ന ഒരു സംഭവമൊക്കെ അതിനും അറിയാം കേട്ടോ. ഇത് കണ്ടില്ലേ, മാറിപ്പോയി ഒരാൾ വന്നപ്പോൾ. പിന്നെ നമ്മൾ പറഞ്ഞ 7-Eleven ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ തായ്ലാൻഡ് വരുന്നവർക്ക് എക്കണോമിക്കലായിട്ട് ഫുഡും ബാക്കിയുള്ള സ്നാക്സ് ഡ്രിങ്ക്സ് ഐറ്റംസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ കയറിയാൽ മതി കേട്ടോ. എല്ലാ കാര്യങ്ങളും കാണാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ച് ഭക്ഷണമൊക്കെ ഞങ്ങൾ ഇങ്ങനെ ലൈറ്റായിട്ട് ഭക്ഷണം ഇതിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുക കേട്ടോ. അതിന് തൊട്ട് മുന്നിലായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സംവിധാനം അവർ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ജ്യൂസ്, ചായ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പുറത്ത് ഫ്രഷായിട്ട് അടിച്ച് തരുന്നുണ്ട്. അത് വാങ്ങിച്ചിട്ട് തന്നെ ഞങ്ങൾ ചെറിയൊരു ലഘുഭക്ഷണം പോലെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് വേറെയും ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ എയറോപ്ലെയിനിൽ കയറി നാട്ടിലോട്ട് വരേണ്ട എല്ലാ സംഭവമായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാം കേട്ടോ.